പ്രവർത്തനങ്ങൾക്ക് ആര് പ്രവർത്തിക്കുന്നുണ്ടോ, ആര് അതിനുവേണ്ടി എന്ത് കാര്യം ചെയ്യുന്നുണ്ടോ അല്ലാഹുവിൽ പ്രതിഫലാർഹമായിരിക്കും. ഏത് വിഷയത്തിലും അല്ലാഹുവിന്റെ നോട്ടം മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ്. ഹൃദയം അല്ലാഹുവിലേക്ക് തിരിഞ്ഞ ഹൃദയമാണോ, അല്ലാഹുവിൽ നിന്ന് അവന്റെ സംതൃപ്തിയും അവന്റെ പ്രതിഫലവും ലഭിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണോ എങ്കിൽ അതിന് വലിയ ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നേരെ മറിച്ചാണെങ്കിൽ എത്ര വലിയ പ്രവർത്തനം നടത്തിയാലും യാതൊരു പ്രയോജനവും അതുകൊണ്ട് ലഭിക്കുകയും ഇല്ല. കാരണം കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹു മാത്രമാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തലബൽ മാല ഹലാലൻ ഇസ്തിഗ്ഫാഫൻ അനിൽ മസ്അല, ഏതെങ്കിലും ഒരു മനുഷ്യൻ ധനം തേടി, സാധാരണ നിലക്ക് പണം സമ്പാദിക്കുക എന്നത് മുസ്ലിമുകൾ മാത്രം ചെയ്യുന്ന കാര്യം അല്ല, അതൊരു മതപരമായ കാര്യമായി ആരും എണ്ണാറും ഇല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ തലബ ദുനിയ ഹലാലൻ ഇസ്തിഗ്ഫാഫൻ അനിൽ മസ്അല വസഅയൻ അലാ അഹ്ലിഹി വതഅത്തുഫൻ അലാ ജാരിഹി, ഏതെങ്കിലും ഒരാൾ ദുനിയാവ് തേടി കച്ചവടം ചെയ്തു, ബിസിനസ് നടത്തി, കൃഷി ചെയ്തു, ജോലിയെടുത്തു, തൊഴിലെടുത്തു, അങ്ങനെ ദുനിയാവ് തേടി ഹലാലൻ, ഹലാലായ നിലക്ക്, പലിശ വാങ്ങിക്കൊണ്ട് വട്ടി വാങ്ങിക്കൊണ്ടല്ല, കച്ചവടത്തിൽ വഞ്ചന നടത്തിക്കൊണ്ടല്ല, കള്ളസത്യം ചെയ്തുകൊണ്ടല്ല, മറ്റൊരുത്തന്റെ അവകാശം പിടിച്ചെടുത്തുകൊണ്ടല്ല, കടം വാങ്ങിയിട്ട് കൊടുക്കാതെയല്ല, അല്ലെങ്കിൽ നിനക്ക് ലാഭത്തിൽ കൂടുതലാമെന്ന് പറഞ്ഞ് ഷെയർ ബിസിനസ് തുടങ്ങിയിട്ട് മുങ്ങിയതല്ല, അല്ലെങ്കിൽ അവനവന്റെ സമ്പത്തിന്റെ കൂടെ ഹറാമുകൾ കൂട്ടിക്കലർത്തിയും സകാത്ത് കൊടുക്കാതെയും സാധുക്കളോട് സഹകരിക്കാതെയും അല്ല, മറിച്ച് ഹലാലായ നിലക്ക് മാത്രം ഒരാൾ ദുനിയാവ് തേടി ഇസ്തിഗ്ഫാഫൻ അനിൽ മസ്അല, അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഭൗതികമായ നേട്ടം കൈവരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉദ്ദേശം മറ്റൊരാളോട് യാചിക്കാതെ മാനമായി ജീവിക്കണം എന്നാണ്. അത് വളരെ നല്ല നിയ്യത്താണ്. ഇസ്തിഗ്ഫാഫൻ അനിൽ മസ്അല, യാചിക്കുക എന്നത് നല്ല ഏർപ്പാടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പണം വർദ്ധിക്കണം എന്ന നിലക്കൊരു മനുഷ്യൻ യാചന നടത്തുകയാണെങ്കിൽ ആ യാചന നടത്തുന്നവൻ പാരത്രിക ലോകത്ത് വരുമ്പോൾ അവന്റെ മുഖത്ത് മാംസമുണ്ടാവുകയില്ല. യാചന അത്രയും മോശമായ ഏർപ്പാടാണ്. മറ്റൊരാളോട് യാചിക്കുക എന്ന് അഭിമാനപൂർവ്വം ജോലിയെടുത്ത് ജീവിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. എന്നാൽ യാചിക്കുന്നവൻ കുതിരപ്പുറത്ത് വന്നാലും നമ്മോട് ചോദിച്ചാൽ നമ്മൾ കൊടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അവൻ എങ്ങനെ വന്നു എന്ന് നമ്മൾ നോക്കണ്ട, നമ്മൾ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ കൊടുക്കണം. അമ്മസ്സാഇല ഫലാ തൻഹറു, യാചിക്കുന്നവനെ നിങ്ങൾ വിരട്ടിയോടിക്കാൻ പാടില്ലെന്നാണ് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറയുന്നത്. അഥവാ നമ്മുടെ കൈവശത്തിലില്ലെങ്കിൽ തന്നെ ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറുൻ മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ, നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ച് തിരിച്ചേക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഏതായാലും ഇസ്തിഗ്ഫാഫൻ അനിൽ മസ്അല, മറ്റൊരാളോട് യാചിക്കാൻ കഴിയില്ല, എനിക്ക് മാനമായി ജീവിക്കണം എന്ന നിലക്ക് വല്ലവരും ദുനിയാവ് തേടിയാൽ, ഹലാലായ നിലക്ക് ദുനിയാവ് തേടിയാൽ, വസഅയൻ അലാ അഹ്ലിഹി, അവന്റെ ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും മാതാവിനും പിതാവിനും കുടുംബങ്ങൾക്കുമൊക്കെ ആവശ്യമായത് ചെയ്തു കൊടുക്കണം എന്ന നിലക്ക് ഒരു മനുഷ്യൻ ദുനിയാവ് തേടിയാൽ അവന്റെ ലക്ഷ്യം സ്വന്തത്തിൽ അഭിമാനം കാത്തു സൂക്ഷിച്ച് ജീവിക്കണം,
ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം, മക്കൾക്ക് ചെലവിന് കൊടുക്കണം, ബാപ്പയെ സംരക്ഷിക്കണം, ഉമ്മയെ സംരക്ഷിക്കണം, അതുപോലെ കുടുംബങ്ങളെ സഹായിക്കണം. ആ നിലക്ക് ഒരാൾ ദുനിയാവ് തേടിയാൽ വതഅത്തുഫൻ അലാ ജാരിഹി, അവന്റെ അയൽവാസിക്കും അവന്റെ നാട്ടുകാരനും ബന്ധപ്പെട്ടവർക്കൊക്കെ കഴിവിന്റെ പരമാവധി നന്മകൾ ചെയ്യണം എന്ന നിലക്ക് ഒരു മനുഷ്യൻ ദുനിയാവ് തേടിയാൽ ലഖിയല്ലാഹ തആല യൗമൽ ഖിയാമത്തി വവജ്ഹുഹു മിസ്ലുൽ ഖമരി ലൈലത്തുൽ ബദരി, 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെ പ്രശോഭിതമായ മുഖവുമായി, സുന്ദരമായ മുഖവുമായി അവന് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയും. അവൻ ചെയ്തതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദുനിയാവ് തേടിയതാണ്, പണം ഉണ്ടാക്കിയതാണ്. ആ പണം ഉണ്ടാക്കുമ്പോൾ അവന്റെ നിയ്യത്ത് മറ്റൊരാളോട് യാചിക്കാതെ ജീവിക്കണം, കുടുംബം പോറ്റണം, നാട്ടുകാർക്ക് ഗുണം ചെയ്യണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം. ഇങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തോടുകൂടി ദുനിയാവ് തേടിയാൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവന്റെ മുഖം എന്തൊരു പ്രകാശമാണ്, എന്തൊരു സന്തോഷത്തിലാണ്. അതേ സമയത്ത് വമൻ തലബ ദുനിയാ ഹലാലൻ മുകാസിറൻ മുഫാഖിറൻ മുറായിയൻ ലഖിയ അല്ലാഹ തആല വഹുവ അലൈഹി ഖൽബാൻ. ഒരു മനുഷ്യൻ ഹലാലായ വിധത്തിൽ തന്നെ പണം സമ്പാദിച്ചു, ഹറാമായ വിധത്തിലൊന്നുമല്ല, ഹലാലായ നിലക്ക് തന്നെ പണം തേടി. പക്ഷേ അവൻ തേടുന്ന സമയത്ത് അവന്റെ മനസ്സിലുള്ള ഉദ്ദേശം യാചനയിൽ നിന്ന് മുക്തമായി അഭിമാനം സംരക്ഷിക്കണമെന്നല്ല, കുടുംബം പോറ്റി വളർത്തണമെന്നല്ല, നാട്ടിലും സമൂഹത്തിലും നന്മ ചെയ്യണമെന്നല്ല. അവന്റെ മനസ്സിലുള്ള ഉദ്ദേശം, പണം സമ്പാദിക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം മുകാസിറൻ മുഫാഖിറൻ മുറായിയൻ, കുറേ പണം കുന്നുകൂടണമെന്നാണ്, ഞാനൊരു വലിയ മുതലാളിയാകണമെന്നാണ്. അങ്ങനെ പണം കുന്നുകൂട്ടിയിട്ട് ധാരാളം വർദ്ധിപ്പിക്കണമെന്ന നിലക്ക് വല്ലവനും പണം തേടി. സുബ്ഹാനല്ലാഹ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മുഫാഖിറൻ, ജനങ്ങൾക്കിടയിൽ എനിക്ക് അത്ര വണ്ടിയുണ്ട്, ഇത്ര ബിൽഡിംഗ് ഉണ്ട്, ഇത്ര സ്ഥാനമുണ്ട്, എന്റെ വീട് ഇത്ര ജോറുണ്ട്, എനിക്ക് ഇത്ര എസ്റ്റേറ്റ് ഉണ്ട്, ഇത്ര ഭൂമിയുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ പവർ നേടാൻ വേണ്ടി വല്ലവനും പണം സമ്പാദിച്ചു. മുറായിയൻ, അവൻ എന്തെങ്കിലും അവന്റെ പണം കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ പേരെടുക്കണം, പ്രശസ്തിയുണ്ടാക്കണം, പത്രത്തിൽ പേര് വരണം, പേപ്പറിൽ പേര് വരണം, അതുപോലെ സ്റ്റേജിൽ വിളിച്ചു പറയണം, ജനങ്ങൾക്കിടയിൽ അതുകൊണ്ട് പേര് ലഭിക്കണം. ഇങ്ങനെ പേരിനും പ്രശസ്തിക്കും ഉദ്ദേശിച്ചുകൊണ്ട് ചെലവഴിക്കാൻ തന്നെ, അതുപോലെ പവർ പറയാൻ തന്നെ, ഒരുപാട് ധനങ്ങൾ കൊന്നുകൂട്ടി വെക്കാൻ തന്നെ, ഹലാലായ വിധത്തിൽ തന്നെ ഒരു മനുഷ്യൻ പണം സമ്പാദിച്ചാൽ ലഖിയ അല്ലാഹ തആല വഹുവ അലൈഹി ഖൽബാൻ, അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അല്ലാഹു അവനോട് കോപിതനാണ്, അല്ലാഹു അവനോട് വെറുത്തവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവിടെ നിങ്ങൾ കണ്ടോ, എടുക്കുന്ന ജോലി പണം സമ്പാദിക്കലാണ്, പക്ഷേ നീയത്ത് നന്നായപ്പോൾ അല്ലാഹുവിങ്കൽ വലിയ മഹാനാണ്. നേരെ മറിച്ച് നീയത്ത് ചീത്തയായപ്പോൾ അവൻ ആ പണം സമ്പാദിച്ചതിന്റെ പേരിൽ അല്ലാഹുവിന്റെ അടുക്കൽ കോപം ലഭിച്ചവനാണ്. ഏത് പ്രവർത്തനത്തിലും നമുക്കുണ്ടാകേണ്ടത് നീയത്ത് നന്നാകലാണ്. ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഏത് മനുഷ്യനും അവനവൻ കരുതിയതാണ് ലഭിക്കുന്നത്, കരുത്തനുസരിച്ചാണ് സ്വീകാര്യതയുള്ളത്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. പ്രസംഗിക്കുന്ന ഞാൻ പ്രസംഗിക്കുന്നത് റബ്ബിന്റെ പൊരുത്തത്തിനു വേണ്ടിയാകണം, നിങ്ങൾ കേൾക്കുന്നത് റബ്ബിന്റെ പൊരുത്തത്തിനു വേണ്ടിയാകണം.
സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ സംഘടനാ പ്രവർത്തനം നടത്തുന്ന റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. മദ്രസയും പള്ളിയും കോളേജും യതീംഖാനയും പലതും നടത്തുന്നവർ അത് നടത്തുന്നത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. അതുപോലെ ഏത് ചലനങ്ങൾ നടത്തുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വികാരങ്ങൾ നമ്മെക്കാൾ നന്നായി അറിയുന്ന റബ്ബ്, നമുക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന റബ്ബ് സുബ്ഹാനല്ലാഹ്, അവൻ തന്ന നിഅമത്തിന് അറ്റമില്ല. അല്ലയോ ചെറുപ്പക്കാരെ, നിങ്ങൾ നോക്കൂ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമുള്ളതൊക്കെ റബ്ബ് എത്ര നന്നായിട്ടാണ് എളുപ്പമാക്കി തന്നത്. ആവശ്യത്തിനനുസരിച്ച് ഓരോന്നും നമുക്ക് എളുപ്പമാക്കി തന്നു. നിങ്ങൾ കാണുന്നില്ലേ, ഓരോ സെക്കൻഡിലും നമുക്ക് ആവശ്യമാണ് ശുദ്ധവായു. ഓരോ സെക്കൻഡിലും ആവശ്യമായ ശുദ്ധവായു. അതിന് ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ പാകം ചെയ്യേണ്ടതില്ല, അതിന് കൃഷി നടത്തേണ്ടതില്ല, അത് മുറിച്ചിടേണ്ടതില്ല, വേവിക്കേണ്ടതില്ല, അത് കിട്ടാൻ വേണ്ടി ഒരങ്ങാടിയിലും പോയി വാങ്ങേണ്ടതില്ല, അത് കൊണ്ടുവരാൻ ഒരു ലോറി സമരത്തെയും ഭയപ്പെടേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ ഭൂമിയിലൂടെ ഏത് സ്ഥലത്ത് സഞ്ചരിക്കുമ്പോഴും ഓരോ സെക്കൻഡിലും ആവശ്യമുള്ള വായു അവനതാ മൂക്കിലൂടെ അവന് കൊണ്ടുപോകാൻ സംവിധാനം അല്ലാഹു വെച്ചിരിക്കുന്നു. ആ വായു കടന്നു പോകുന്ന സമയത്ത് ആ വായു ശരീരത്തിലേക്ക്, ശ്വാസകോളത്തിലേക്ക് നീങ്ങുമ്പോൾ അതിൽ പൊടിപടലങ്ങളോ മോശമായ വസ്തുക്കളോ ഉണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്യാനുള്ള സംവിധാനം അല്ലാഹു മൂക്കിൽ തന്നെ വെച്ചിരിക്കുന്നു. ഓരോ സെക്കൻഡിലും ഒരു പ്രയാസവുമില്ലാതെ മനുഷ്യൻ അല്ലാഹു തആല ശുദ്ധവായു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ആവശ്യമുള്ള വസ്തു ഒരു നയാകാശം ചെലവില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ, ഒരു സ്ഥലത്തും പോകാതെ, പോകുന്ന സ്ഥലത്തെല്ലാം പ്രാണവായു, പോകുന്ന സ്ഥലത്തെല്ലാം ശുദ്ധമായ വായു. മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് വളരെ എളുപ്പമാക്കി കൊടുത്തു. മനുഷ്യന് ആവശ്യമാണ് വെള്ളം, പക്ഷേ വായു പോലെ ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് കുടിക്കൽ ആവശ്യമാണ് വെള്ളം, പക്ഷേ വായു പോലെ ആവശ്യമില്ലാത്തതിനാൽ വെള്ളം കിട്ടാൻ വായു പോലെ എളുപ്പമല്ല, കുറച്ച് പ്രയാസമുണ്ട്. വെള്ളം പോയി എടുക്കണം, വെള്ളമുള്ള സ്ഥലത്ത് പോകണം. അതുപോലെ വെള്ളം സമ്പാദിക്കണമെങ്കിൽ കിണർ കുഴിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ കാണണം. ആകയാൽ വെള്ളം ആവശ്യമുള്ളത് തന്നെ, പക്ഷേ വായു പോലെ ആവശ്യമില്ല. അതിനാൽ വെള്ളവും അല്ലാഹു തരുന്നു. ആ വെള്ളം സൗജന്യമായി തരുന്നു, അത്ഭുതകരമായി തരുന്നു. കടലും നമ്മളും തമ്മിൽ വളരെ അടുത്താണ്. കടല് നിറയെ ഉപ്പുവെള്ളമാണ്. കുടിക്കാൻ നമുക്കത് അനുയോജ്യമല്ലെന്ന് റബ്ബിനറിയാം. അതുകൊണ്ട് കടലിന്റെ സമീപത്ത് തന്നെ കിണർ കുഴിച്ചപ്പോഴും കിണറ്റിൽ ശുദ്ധവെള്ളം റബ്ബ് നൽകുന്നു. അത് നമ്മുടെ ഈ രാജ്യത്ത് മാത്രമല്ല, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മാത്രം ചതുരശ്ര മീറ്റർ അതേ ദൂരമുള്ള ചെറിയ ചെറിയ ദ്വീപുകളുണ്ട്. ആ ദ്വീപുകളുടെ 4 ഭാഗത്തും ഉപ്പുവെള്ളമാണെങ്കിലും ദ്വീപിൽ താമസിക്കുന്നവർ കുഴിക്കുന്ന അവരുടെ കിണറ്റിൽ അതാ കടലിനോട് ചേർന്ന സ്ഥലത്ത് തന്നെ നല്ല ശുദ്ധവെള്ളം അല്ലാഹു നൽകുന്നു.